കാലു ഇതിന്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ ശരിക്കും നോക്കണേ. ഇതിന്റെ ഉള്ളിലാണ് സാധനം ഇരിക്കുന്നത്. ഇറച്ചി വിട്ട് തുടങ്ങിയ പോലെയായി. നല്ല മസാലയൊക്കെ ചേർത്ത് നല്ല വേവിച്ചെടുത്ത പോത്തിന്റെ കാലുകൾ ഇറച്ചിയുണ്ടോ. ഇതൊരു ഹായ് കമോൺ എവരിബഡിയുടെ പുതിയൊരു ഫുഡ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടൗണിന് നടുക്കാണ്, അതുകൊണ്ട് എത്രത്തോളം ഓഡിബിൾ ആണെന്ന് അറിയില്ല. ആൾക്കാർ വരുമ്പോഴേക്കും ഞങ്ങൾ മാസ്ക് ഒക്കെ കയറ്റി വെച്ചെന്ന് വരും. അപ്പം ഇന്ന് ഒരു സ്പെഷ്യൽ ഡിഷിനെ തപ്പി വന്നിരിക്കുകയാണ്. പറഞ്ഞോ. നമ്മുടെ വയനാട്ടിൽ ഡിഫറെൻറ്റ് ടേസ്റ്റ് കിട്ടുന്ന അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡിഷ് കിട്ടുന്ന ഒരു കടയുണ്ടെന്ന് അറിഞ്ഞു. ഈ കടയിലെ സ്പെഷ്യൽ ഐറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോത്തിൻ്റെ കാല് കൊണ്ടുള്ള ഒരു വിഭവമാണുള്ളത്. അത് എങ്ങനെയാണെന്ന് അറിയാം. നിങ്ങളിങ്ങനെ കുറേ പേര് ഇങ്ങനെ കുറച്ച് വീഡിയോ കണ്ടു, അപ്പോൾ അതൊന്ന് കഴിച്ചു നോക്കാൻ നേരത്തിൽ വന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ബീഫ് പ്രേമി കേട്ടോ. പക്ഷെ പോത്തിന്റെ കാലിങ്ങനെ വെച്ചിരിക്കുന്നൊക്കെ നോക്കുമ്പോൾ എനിക്കൊരു ചളികളുമുണ്ട്. പോത്തിന്റെ കാല് വെച്ചിരിക്കുന്ന കുഴപ്പം നമ്മളാരും വഴിയൊക്കെ നടന്നു പോകുമ്പോൾ ഒരു പോത്തിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അടിപൊളി പോത്ത് കറി വെച്ചിരുന്ന രസമായിരിക്കും നമ്മൾ പറയില്ല. അടിപൊളി കോഴി നടന്നു പോകുന്നുണ്ടെങ്കിൽ വായിൽ വെള്ളം വരില്ല. ഇത് കറി വെച്ച് നമ്മുടെ മുമ്പിൽ കിട്ടുമ്പോൾ നമുക്ക് ടേസ്റ്റ് കൂടും അല്ലേ, കഴിക്കാവുന്നത്. അതാണ്. അപ്പൊ എന്തായാലും പോയി നോക്കാം. നമ്മള് റെസ്റ്റോറന്റിന്റെ പേര് ബെയ്ച്ചോ കഫേ എന്നാണ്. കൽപ്പറ്റ ടൗണിന്റെ നടുക്ക് തന്നെയാണ് ബെയ്ച്ചോ കഫേ. ഇതാണ് ബെയ്ച്ചോ കഫേ. അപ്പൊ ഈ പോത്തുംകാല് പെട്ടെന്ന് നമ്മൾ വിചാരിച്ചെന്നാൽ കിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങള് ഇത് പ്രീ ഓർഡർ ചെയ്തിട്ടാണ് ഇത് എടുക്കേണ്ടത്. കാരണം തലേന്ന് വിളിച്ചു പറഞ്ഞാലേ ഇവര് പോത്തുംകാല് സെറ്റാക്കി വെക്കുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നു, അത് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് പോയിട്ട് നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം മേടിക്കുക, ഒന്ന് നോക്കുക, ഒന്ന് കഴിക്കുക. അപ്പൊ സെറ്റാക്കാം. പോത്തിന്റെ കാല് കഴിക്കാൻ വരുന്നോണ്ട് ഒരാൾ ഇവിടെ പക്ക ലോക്കലായിട്ട് വരണം പറഞ്ഞിട്ട് മുണ്ടൊക്കെ എടുത്തിട്ടാണ് വന്നേക്കുന്നത്. രസമല്ലേ? ആ രസമാണ്. കേറിക്കോ. വേറൊന്നുമില്ല. എന്തായാലും കേറാം. ഈ കാല് ശരിയില്ലാത്ത കുട്ടീനെ കൊണ്ടാണ് പോത്തിന്റെ കാല് തന്നെ വന്നേക്കുന്നത്. ഇനി അത് വന്നിട്ട് ശരിയായാലോ. അപ്പൊ നമ്മള് ബെയ്ച്ചോ കഫേന്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഓണർ അവിടെ ഉണ്ട്, മനു. ഇതാണ് ബെയ്ച്ചോ കഫേന്റെ മുതലാളി അല്ലേ? ഓക്കെ. ഇത് ബെയ്ച്ചോ കഫേ ഇവിടെ തുടങ്ങിയിട്ട് കുറെ കാലമായി. 7 months. ഞങ്ങൾ ഇവിടെ എത്തിച്ചെന്താ അറിയോ, പോത്തുംകാലാണ്. ഞങ്ങളുടെ ഓർഡർ ഓക്കെ അല്ലേ? എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്നാ പറയാ. എനിക്കൊരു ക്വസ്റ്റ്യനും ഉണ്ട്. ഇതെന്താ ഈ പോത്തുംകാലെന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താ ഇവിടെ വന്നേ? ഇതൊരു കഫേ അല്ലേ? കഫയാണ്. ഞാൻ മീൻസ് ഈ കഫേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങളൊരു വെറൈറ്റി വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ഹോട്ടലിൽ കൊടുക്കാത്ത ഐറ്റംസ് കൂടെ കൊടുക്കുന്ന രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. മീൻസ് ഇതേപോലെ ക്രൗഡഡ് ആയിട്ടല്ല, ഒരു ഫാമിലി വരുമ്പോൾ അവർക്ക് ജസ്റ്റ് വന്നിരുന്ന് ഒരു വെറൈറ്റി ഫുഡ് കഴിക്കാനുള്ളത്. പിന്നെ ഈ പോത്തുംകാല് ട്രെൻഡിങ് ആയിട്ട് പിന്നെ ഇപ്പം നമുക്ക് ഈ പോത്തുംകാല് മാത്രം കൊടുക്കാൻ പറ്റുന്നില്ല. എന്നാലും പോത്തുംകാലോടെ ട്രെൻഡിങ് ആയി. അതെ അതെ. ഇവിടെ കയറി നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല തിരക്കുണ്ട്. എല്ലാവരും കണ്ടിട്ടാന്ന് തോന്നുന്നു വരുന്നല്ലേ. പോത്തുംകാലിന്റെ കോംബോ ഇതാണ്. പത്തിരിനോട് ടയർ പത്തിരി, കുഞ്ഞിപ്പത്തിരി, ടയർ പത്തിരി, ഒറോട്ടി അങ്ങനെയൊക്കെ പറയുക. എന്തായാലും ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ പോകുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും ആ ടേസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കഴിക്കാൻ കേട്ടോ. കിട്ടില്ല ഐറ്റം ആയിരിക്കും വിചാരിക്കുന്നത്. ആയിരിക്കില്ലേ? പൊളിയാണ്, സെറ്റാണ്. അപ്പോൾ നമുക്കൊരു ഇരിക്കാം. ആംബിയൻസ് ഒക്കെ ഉണ്ടോ? കിട്ടില്ല ആംബിയൻസ് ആണ്. ഒരു വണ്ടിയുടെ മോഡലിലൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട് വെഞ്ച് കിട്ടും? സെറ്റപ്പ് അല്ലേ? ഒരു ഈവനിങ് ഇതിനു വേണ്ടി വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. വൈകുന്നേരം വന്ന് ഇരുന്ന് സൊറ പറയാനും ഒക്കെ അല്ല, എന്താ പറയാ, ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ഒക്കെ പരീക്ഷിച്ച് നോക്കാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. ആംബിയൻസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പോത്തിന്റെ കാലിനോടുള്ള ഒരു ചെറിയ ഭയം. പോത്തിന്റെ കാലിനെ പറ്റി രക്ഷണം വേണ്ടി ഈ കഴിക്കും. പോത്തിന്റെ കാല് കൈ കഴുകി വന്നു, ഇനി കാല് വെയിറ്റ് ചെയ്തിരിക്കും. കൈ കഴുകി കാലും കാത്തിരിക്കുന്ന ആരെ നിങ്ങളെ ഉണ്ടാകുമോ? പിന്നെയുണ്ടല്ലോ നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങുകൾ, വെറൈറ്റി വീടുകളൊക്കെ ഉണ്ടാകുന്ന വീഡിയോ അല്ല. അപ്പോൾ ഇവിടെ വന്നപ്പോഴും ഞങ്ങൾ കുറച്ച് കൗതുകങ്ങളുണ്ട്. ഒന്നാമത്തെ അവിടെ ഇരിക്കുന്ന ജീപ്പ് കണ്ടോ, ഒരു KLW SAS. അതെന്താണെന്ന് അറിയില്ല, അത് അവരോട് തന്നെ ചോദിക്കണം. പിന്നെ നല്ല രസമില്ല, എന്താ അറിയോ, ഫാനിന്റെ ഈ ഔട്ടർ കവറില്ലേ, അത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും വെള്ളപ്പാൻ അവിടെ ഇടുന്ന പിടിച്ചില്ല. പിന്നെ നമ്മുടെ കയറ് നല്ല ആംബിയൻസ് അല്ലേ? ആംബിയൻസ് ഒന്നും കോംപ്രമൈസ് ഇല്ല.
കാലിങ് വന്നിട്ട് വേണം. ഇച്ചിരി ഡിസ്റ്റൻസിലായിരിക്കുന്ന ഇവിടെ നല്ല തിരക്കുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും തിരക്ക്. ഈ ഒരു സമയത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ ഇത്രയും തിരക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വിഭവങ്ങളുടെ പ്രത്യേകത അത്രമാത്രം ഉള്ളതുകൊണ്ടായിരിക്കണം, നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ടായിരിക്കണം അല്ലേ. ആ ഒരു എക്സ്പെക്ടേഷനിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. കൈ കഴുകി കാലും കത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ഒരു പോത്തിൻ്റെ കഴിക്കുന്ന പാർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറച്ചി കഴിക്കും, പിന്നെ എല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പ ബിരിയാണി അല്ലെങ്കിൽ എല്ലും കപ്പ എന്നൊക്കെ പറയുന്ന സാധനമല്ലേ, പൂള ബിരിയാണി എന്നൊക്കെ പറയും. അതിനുവേണ്ടി അതിൻ്റെ കൂടെ കഴിക്കും. പിന്നെ ലിവർ കഴിക്കും, പിന്നെ ബോട്ടി കഴിക്കും. ഇത് ആദ്യമായിട്ടാണ് കാല് മാത്രമായിട്ട് എടുത്ത് കഴിക്കാൻ പോകുന്നത് കേട്ടോ. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഇത് പീസാക്കി ഇട്ടാണ് മനുഷ്യ കപ്പ ബിരിയാണി പുഴുങ്ങി തരുന്നത്. അല്ല, ഇതിൻ്റെ ഈ എല്ലിൻ്റെ ഉള്ളിൽ മജ്ജ ഉണ്ടാവും. മജ്ജ അത് നമുക്ക് നല്ല വേവിച്ച നല്ല സ്റ്റൈലായിട്ട് എടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഇവിടെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആഹാ, നമ്മുടെ പ്ലേറ്റ് ഇതിന്റെ ഹൈലൈറ്റ് എന്താണെന്നറിയാം, ഇവിടെ ഇറച്ചിയട കുഞ്ഞിപ്പത്തലും ഒക്കെ ഞാൻ ആ വീഡിയോയിൽ കണ്ടായിരുന്നു. അപ്പം ഇച്ചാനോട് പത്തിരി വരുന്നുണ്ട്. പത്തിരിയെ കാത്ത് ടയർ പത്തിൽ വന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ടയർ പത്തൽ സ്പെഷ്യൽ. ആഹാ, ഇതൊരു വെറൈറ്റിയാണ്. ഈ ടയർ പത്തിൽ ഞാൻ ആദ്യമായിട്ട് കഴിക്കണം കേട്ടോ. എന്താ ടയർ പത്തൽ എന്ന് പറഞ്ഞതിന് കാരണം അറിയോ? ടയർ പോലില്ലേ, ടയർ വന്നു. ടയർ കെട്ടിക്കൊള്ളാനുള്ള കാല് വരാനുണ്ട്. കാല് വന്നു. ഇതാട്ടെ കഴിക്കേണ്ട ഐറ്റം വെച്ചു. കാല് നിറയെ ഇറച്ചി, പൊളി. ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു കാല് സെറ്റപ്പ് ഒരു പോത്തിന്റെ രൂപ ഞാൻ ആദ്യമായിട്ട് കാണാം. ഒറ്റ പീസ് അത് അല്ല, ഇതിനുള്ളിൽ 2 കാലുണ്ട്. 2 കാലായിട്ടാണ്. ഇത് വലിയ കാല്, ഇത് എനിക്കാണ്. ഇത് കുഞ്ഞിക്കാല് നിനക്കാണ്. നിനക്കല്ലേ കുഞ്ഞിക്കാല് കാണണമെന്നുള്ള ആഗ്രഹം നിനക്കല്ലായിരുന്നു? ഒരു കുഞ്ഞിക്കാല് കൂടെ കണ്ടോന്ന് ഞാൻ ഉദ്ദേശിച്ച് കുറച്ചുകൂടെ ചെറുതായിരിക്കുന്ന വിചാരിച്ചു. പക്ഷേ ഇത് ക്വാണ്ടിറ്റി ഭയങ്കരമാണ് കേട്ടോ. നല്ല വലിയ ക്വാണ്ടിറ്റി ഉണ്ട്. എന്തായാലും പൊളിച്ച് അത്താഴം വേണ്ടോ വിജു വീട്ടിൽ പിടിച്ചോ. അങ്ങനെ അതിൻ്റെ ഒപ്പം നല്ല പാഷൻ ഫ്രൂട്ടിൻ്റെ മോജിറ്റോയും കൂടെ ഉണ്ട് കേട്ടോ. രണ്ടും കൂടെ കോമ്പിനേഷൻ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അപ്പം ഞാൻ തുടങ്ങും കേട്ടോ വിഞ്ചു. കാല് തൊട്ട് വന്ന് ചെയ്യാൻ തുടങ്ങട്ടെ. അപ്പം നമ്മൾ ഇതിനകത്ത് നിന്നൊരു കഷ്ണം ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക കേട്ടോ. നല്ല കപ്പ ബിരിയാണി തിന്നുന്ന പോലെ പൊട്ടിച്ചിങ്ങെടുക്കണം. അപ്പം അതിന് കത്തി ഉപയോഗിക്കേണ്ട ഒരു മിക്കവാറും. കത്തി കൊണ്ട് അറുത്തിങ്ങെടുക്കണം. കത്തി കൊണ്ട് മുറിച്ച് അറുത്തെടുക്കണം. ഇവിടെ വെച്ചു ഒരു പത്തിരി എടുത്ത് അതിൻ്റെ മേലേക്ക് ഇങ്ങനെ വെച്ച് നമ്മളിതിനകത്ത് ശകലം ചാറുകൂടെ എടുക്കണം കേട്ടോ. ചാറെന്ന് പറയുമ്പോൾ അതിൻ്റെ മജയും അതിൻ്റെ ഇറച്ചിയുടെ ഭാഗങ്ങളൊക്കെയുള്ള നല്ല രസമുള്ള നല്ല കൊഴുപ്പുള്ള ചാറാണ്. ആ ചാറ് കൊണ്ടുപോയിട്ട് നമ്മുടെ ഈ പത്തിരിയുടെ മേലോട്ട് ഒഴിച്ച് എന്നിട്ട് ആ പത്തിരിയുടെ ഒരു കഷ്ണം പൊട്ടിച്ചെടുക്കുക. ഇച്ചിരി ചാറ് കൂട്ടുക. നമ്മുടെ ഇറച്ചി ഉണ്ടല്ലോ, ഇറച്ചിയിൽ നിന്നൊരു കഷ്ണം നല്ല പൊട്ടിച്ചെടുക്കുക. അത് കുറച്ച് പാടാണ്, ഇതിന് കുഴപ്പമില്ല. നമ്മുടെ കപ്പ ബിരിയാണിക്കൊക്കെ കിട്ടുന്ന കൂട്ട് ഒരു കഷ്ണമാണ് കേട്ടോ. ഇതെന്താ ചെയ്യണ്ടോ? എന്നിട്ട് ഇതാ ഇങ്ങനെ ചൂട്ട് ചോറണം കേട്ടോ. കഴിക്കണ്ടെങ്കിൽ ഉണ്ടോ ഇച്ചാൻ കഴിക്കുന്നതിനൊക്കെ ബാക്ക്ഗ്രൗണ്ട് തട്ടുമുട്ടും കേൾക്കുന്നില്ല. അതെന്താ സംഭവം എന്ന് പറഞ്ഞു കൊടുത്തോ? അത് എല്ലില്ലേ, എല്ലെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് മജ ഇങ്ങനെ കൊട്ടി ഇറക്കുന്നതാണ് കേട്ടോ. മജ കൊട്ടാനുള്ള മരത്തടി പാത്രമാണ് ഇരിക്കുന്നത്. ഇതിനകത്തോട്ട് കൊട്ടിയിടും. എന്നിട്ടാണ് എടുത്ത് കഴിക്കുക. നമ്മൾ ആ സ്റ്റേജ് എത്തിയിട്ടില്ല, കുറച്ച് സമയം എടുക്കും കേട്ടോ. പിഞ്ചുന് വേണ്ട സംഭവം എടുത്തു വെക്കട്ടെ കേട്ടോ. പിഞ്ചു അയ്യോ, കാലിനകത്ത് ഇറച്ചി എടുക്കും. നല്ല ഇറച്ചിയാണ്. കൈകൊണ്ട് പൊട്ടിച്ചെടുക്കുന്നല്ലേ എൻ്റെ ഭംഗി. കൈകൊണ്ട് കിട്ടിയില്ല, അത് അങ്ങനത്തെ ഇറച്ചിയല്ല. വന്നിട്ട് അധ്വാനിച്ച് ഭക്ഷിക്കണം എന്നാണ് പറയുന്നത് അല്ലേ? കാശ് കൊടുക്കുന്ന പോലെ പണി എടുക്കണം എന്ന് പറഞ്ഞാൽ വിഞ്ചു ഒരു പത്തലും കഴിക്കും കേട്ടോ. പത്തിരിയുടെ മേലെ വെച്ചത് കഴിച്ചോ. വെള്ളം കുടിച്ചോളൂ.
കഴിക്കേ ആ വലിയ അന്താളിപ്പൊക്കെ ഇച്ചിരി മാറിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയായിരിക്കും പോത്തുംകാലം എന്നുള്ളൊരു അന്താളിപ്പില്ലേ, അത് മാറി എന്തായാലും. ആ നമ്മൾ സാധാരണ വെക്കുന്ന പോലെ ഇച്ചിരി വലിയ മുഴുപ്പുള്ള പീസ് വെച്ചിരിക്കുന്നു, അതാണ് അതിൻ്റെ പ്രത്യേകത. കഴിക്കട്ടെ? ആ എനിക്ക് ഈ ടയർ പത്തൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ. ഇതുണ്ടോ, ഇതിങ്ങനെ നല്ല കട്ടിയുള്ളൊരു സാധനമാണ്. ഇതിങ്ങനെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിരിക്കും. ഇത്രയും കട്ടിയുള്ളപ്പോൾ നമ്മൾ വിചാരിക്കും അതിൻ്റെ ഉള്ളു വേവില്ല എന്ന്, പക്ഷെ നന്നായിട്ട് വെന്തതായിരിക്കും. അതിങ്ങനെ ഒരു പീസ് കൂടെ എടുക്കാം അല്ലേ? ഒരു കുഞ്ഞ് പീസ് ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇച്ചാൻ്റെ കൂടെ കൂടി ടേസ്റ്റ് ചെയ്യാനൊക്കെ ഞാൻ പഠിച്ചു. ഇച്ചിരി ചാറ് മുക്കി കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടുന്നത് കുറേ ഇതൊക്കെ കഴിക്കാൻ അറിയാവുന്നവരെന്നെ പറഞ്ഞു കേട്ടോ. എന്നെ കൊണ്ടൊന്നും അവരെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാം. എനിക്കിത് അറിഞ്ഞൂടെ, ഞാൻ കുടുങ്ങിയെന്ന് പറഞ്ഞാൽ കടിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. കടിച്ചിട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ സ്പെഷ്യലൈസ് ആയിട്ടുള്ള ആളുകൾ തന്നെ വേണം, അല്ലെങ്കിൽ ഇതിലൊരു കോഴ്സ് നടത്തും. പോത്തിൻ്റെ കാലം എങ്ങനെ കട്ട് ചെയ്യാന്നുള്ളത് പൊന്നട പോയി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, എന്തായാലും കുഴപ്പമൊന്നുമില്ല. നമ്മളെ ഇതിനകത്തോട്ട് ആകർഷിച്ചത് ഇതിൻ്റെ വലിപ്പം തന്നെയാണ്. ഇങ്ങനെ പോത്തിൻ്റെ കാലിങ്ങനെ അപ്പടി കൊണ്ടുവച്ചിട്ട് ഇത് എങ്ങനെ തിന്നാന്നുള്ളൊരു സംഭവമാണ് നമ്മളിങ്ങോട്ട് ആകർഷിച്ചത്. അതെ അതെ, ഇമ്മാതിരി ഒരു കുരങ്ങനെ ഈ ലോകത്ത് ഉണ്ടാകുന്നില്ല. അതുപോലെ ആശ്രയിപ്പ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ടേസ്റ്റ് ഉണ്ട്. നമ്മൾ സാധാരണ നമ്മുടെ ബീഫ് കറിയുടെ അതേ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഇത് മുറിച്ചെടുക്കാനും പറിച്ചെടുക്കാനും നമുക്കറിയണം. അതൊക്കെ ഇറച്ചിയുണ്ട്, അവിടെ ഇവിടെയൊക്കെ ഇറച്ചിരിക്കുന്നുണ്ട്, അത് കടിയെടുക്കാൻ അറിയണം. അതിനാണ് ഞാൻ അതിൻ്റെ ഒരു കോഴ്സ് നടത്താൻ വേണ്ടി പോകും. ഇനിയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങല്ല, ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും ഇരിക്കുന്ന ഇതിൻ്റെ ഉള്ളിൽ, ഈ എല്ലിൻ്റെ ഉള്ളിലാണ്. കേട്ടോ അതാണ് വരും. ആ പരിപാടിയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതുണ്ടോ, ഈ മരത്തിന് മുട്ടയുണ്ടോ, കൊട്ടി മൊത്തം പാടായിട്ടുണ്ട്. നമ്മുടെ പാട് വീഴ്ത്തുണ്ട്. യെസ്, ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ ശരിക്കും നോക്കണേ. ഇതിൻ്റെ ഉള്ളിലാണ് സാധനം ഇരിക്കുന്നത്. വരുന്നുണ്ടോ? ശരിക്കും ഇതാണ് അതിൻ്റെ മജ്ജ. നമ്മൾ ഈ കോഴി പോത്തൊക്കെ പൊരിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന സാധനമല്ലേ, പൊരിച്ച് കഴിയുമ്പോൾ ഉള്ളിലൊരു ബ്രൗൺ കളറുള്ള സംഭവമല്ലേ, അതാണ് ഈ മജ്ജ. ഏകദേശം ഓരോ കസ്റ്റമേഴ്സും ഈ മജ ഇങ്ങനെ എടുക്കുക, ഒരു 10ൻ്റെ കൂടുതൽ ഇങ്ങനെ കൂട്ടി ഇങ്ങനെ എടുക്കുക. ഇത് എങ്ങനെ ഇങ്ങനെയുണ്ട്. എന്നാ ഈ കുഞ്ഞിക്കാലി ഞാനൊന്ന് കുത്തി നോക്കിയാലോ? കണ്ടോ, ഞാൻ ഈസിയായി വീഴിച്ചു. കണ്ടോ, ഇതൊരു വലിയ ആഘോഷം നടന്ന സ്ഥലം പോലെ ആയില്ലേ? വലിയൊരു കെട്ടിടം പൊളിച്ചിട്ട് പോലില്ല ഇവിടെ. എന്തായാലും ഫുഡിങ് ഒരു ഫണ്ണായിട്ട് കാണുന്നവർക്കൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ഇതൊക്കെ നന്നായിട്ട് കഴിക്കാൻ അറിയണം. ഞങ്ങൾക്ക് ഇച്ചാൻ നന്നായിട്ട് അറിയുന്ന ഞാൻ വിചാരിച്ചു, പക്ഷെ അത്ര എക്സ്പീരിയൻസ് പോരാ. ഞാൻ എന്നടി ഇറച്ചി വിട്ട് തുടങ്ങിയ പോലെയായി. ഇതൊരു തൊഴിലാക്കിയാൽ ഞാൻ ആലോചിക്കാം. നമ്മളിങ്ങനെ എടുത്തിട്ട് വേണം തിന്നാനായിട്ട്. ഞാൻ കൊള്ളാം. കാലത്ത് തന്നെ കേട്ടോ 2 കിലോ ഇറച്ചി. ഇതിങ്ങനെ എടുത്താ അതാ വാ വന്ന് പോത്തിന്റെ കാല് പിടിക്കേണ്ട ഗതികൂടെ തന്നെ. ഇരുന്ന് തിന്നാൻ തുടങ്ങിയിട്ട് നേരം കുറേ. നമ്മൾ പകല് വന്നായിരുന്നു, ഇപ്പൊ രാത്രി. അവസാനം എല്ലാം കൂടെ പഠിച്ചു നോക്കി. അങ്ങനെ ഒരു വിധം ഏതാനും മണിക്കൂർ നേരത്തെ ശ്രമഫലമായിട്ട് പോത്തുംകാല് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്.
ഉഷാറാണ്, കുഴപ്പമില്ലാത്ത രുചിയാണ്. എല്ലാ ടേബിളിൽ നിന്നും കൊട്ടുന്ന ഒച്ച കേൾക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേൾക്കാൻ. ശരിക്കും ഇതൊന്നും അറിയാത്ത ഒരാളോട് വന്നിരുന്നു ഇതെന്നെ ഇതിന് ഹോട്ടലിൽ തട്ടുന്നത്. ഇന്നത്തെ ട്രെൻഡ് പോത്തുംകാലിനൊപ്പം. ഇന്നത്തെ ട്രെൻഡ് പോത്തുംകാലിനൊപ്പം ഇതുപോലൊരു കാല് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലോണം തട്ടുകയും ചെയ്യാം, നല്ലോണം മുട്ടുകയും ചെയ്യാം. പോത്തിന്റെ കാര്യം പിടിക്കാം. പൊളി. അപ്പൊ ബേച്ചോ കഫേയിലെ പോത്തുംകാല് കഴിച്ചിട്ട് നമ്മളിവിടെ ഇറങ്ങണം കേട്ടോ. എന്തായാലും ഉഷാറായിട്ടുണ്ട്, പൊളിയായിട്ടുണ്ട്. പിന്നെ ഒരു സജഷൻ ഉള്ളതെന്ന് അറിയാം, നമ്മളെപ്പോലെ കഴിക്കാൻ അറിയാത്തവർക്ക് നിങ്ങൾ ട്രെയിനിങ് കൂടെ കൊടുക്കേണ്ടി വരും. ഒരു പോത്തുകാല് പിടിച്ചിട്ട് ഞാൻ കുറേ നേരം ഇരുന്നു കേട്ടോ. പക്ഷെ എന്തായാലും സംഭവം ഉഷാറായിരുന്നു, നല്ല ടേസ്റ്റ് കേട്ടോ. എക്സ്പീരിയൻസ് ആയി പിന്നെ പഠിച്ചോളൂ. ഒരു സ്ഥിരമാക്കുമ്പോഴത്തേക്ക് ഞാനൊരു വഴിയാവും. ആവാനില്ല, നമ്മളൊക്കെ ഒരേ തൂവൽപക്ഷികളാന്ന് പറഞ്ഞതുപോലെ കറക്റ്റാണ്. ഇങ്ങനത്തെ വ്യത്യസ്തമായ രുചികൾ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളൊരു നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ബേച്ചോ കഫേയിലെ പോത്തുംകാല്. ഒന്ന് കഴിച്ചാൽ ഉഷാറായിരിക്കും. പിന്നെ ഒരു കാര്യം, ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. നമ്മുടെ രുചി എന്താ പറയുക, പുതിയ രുചി വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമുക്കത് പോയി ടെസ്റ്റ് ചെയ്യാനുള്ളൊരു ആഗ്രഹമില്ല, അതിൻ്റെ പുറത്ത് വന്നതാണ്. അപ്പോൾ പോത്തുംകാലും കൊണ്ട് തട്ടിയും മുട്ടിയും കഴിച്ചിട്ട് നമ്മൾ ഇവിടുത്തെ ഇറങ്ങാണ് കേട്ടോ. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണല്ലോ. ഇനിയും പുതിയ പുതിയ രുചികളുണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും എക്സ്പ്ലോർ ചെയ്യും. തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെ കാണാം. ഓക്കെ ഓക്കെ. ഞങ്ങൾ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന ആളുകളൊന്നും കേട്ടോ. ഒരു കൗതുകത്തിന് പുറത്ത് ചെയ്താ. ഓക്കെ. പിന്നെ ഇതിനകത്ത് നല്ല ട്രെയിനിങ് ഒക്കെ ഉള്ള ഭക്ഷണത്തോട് നല്ല ആത്മാർത്ഥമുള്ളവർ വേണം വരാൻ. നല്ലത് കഴിച്ച് തീർക്കാൻ പറ്റുള്ളൂ. നല്ല രുചിയാണ്. ഓക്കെ. അപ്പോൾ പുതിയൊരു എപ്പിസോഡായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ.